ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന 80% ആളുകളും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് നോക്കാം. റാണി ബോറോഡ് ആൻ എമൗണ്ട് ഓഫ് rupees 2 lakh ഫ്രം ബാങ്ക് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഹൗ മച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ഷീ പേ അറ്റ് ദ റേറ്റ് ഓഫ് 7% പെർ ആനം ആഫ്റ്റർ 2 years? നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്? നോക്കി നോക്ക്. റാണി 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ പലിശ നിരക്ക് എത്രയാണ് വരുന്നത്? 7% പലിശ നിരക്കാണ് വരുന്നത്. എത്ര വർഷത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്? 2 വർഷത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. അപ്പോൾ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യലായിട്ട് നമ്മൾ എത്ര പൈസയാണ് എടുത്തിട്ടുള്ളത്? ഇവിടെ എത്രയാണ് എടുത്തിട്ടുള്ളത്? 2 ലക്ഷം രൂപ. ആറ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. ടി എന്ന് പറയുമ്പം എത്ര വർഷത്തേക്കാണ്? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എന്തായാലും കണ്ടുപിടിച്ച് നോക്കാം. പിൻ്റെ വാല്യൂ എത്രയാണ്? 2 ലക്ഷം. ആറ് എത്രയാണ്? 7 അല്ലേ? 7% എന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും വരും. ഡിവൈഡഡ് ബൈ എത്രയാണ്? 100. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 2 പൂജ്യവും 100ൻ്റെ 2 പൂജ്യവും കൂടെ ക്യാൻസലായിപ്പോയി. 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. പിന്നെ ഇവിടെ എത്രയാണ് ബാക്കി വരുന്നത്? 2000 ബാക്കി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 14 ബാക്കി വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് വരിക? 14 ഇൻറ്റു 2 നമുക്ക് ചെയ്യണം. 14 ഇൻറ്റു 2. 14 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 28 അല്ലേ? അപ്പോൾ 28. പിന്നെ എത്ര പൂജ്യങ്ങളാണ് വരുന്നത്? 28 1 2 3 3 പൂജ്യങ്ങളല്ലേ ഇടണ്ടേ? 3 പൂജ്യം ഇട്ടു. അപ്പം എത്രയാണ് ആൻസർ വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 28,000. 28,000 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ചിന്തിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം, അതാണ് ഇവിടെ നമുക്ക് നോക്കേണ്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രമേശ് ഇൻവെസ്റ്റഡ് ₹1,232 at 5% per annum rate of simple interest in a bank. What amount will he get after 3 years? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? രമേശ് 1232 രൂപ 5% പലിശ നിരക്കിന് ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 3 വർഷം കഴിഞ്ഞിട്ട് രമേശിന് എത്ര രൂപ കിട്ടും ആകെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. പി എത്രയാണ് വരിക? അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 1232 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? 5%. പിന്നെ എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണെന്നും കൂടി തന്നിട്ടുണ്ട്. ടി ഈക്വൽ ടു എത്രയാണ്? 3. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കാം.
ടോട്ടൽ എമൗണ്ട് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഇക്വൽ ടു ടി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. അതാണല്ലോ ഫോർമുല. പി എത്രയാണ് വരുന്നത്? 1232. ആറോ 5, ടി എത്രയാണ് 3 ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് 3 5 ചെയ്യാം. 3 5 15. പിന്നെ 1232 15 കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1232 15 25 10 ശിഷ്ടം 1 35 15 16 6 ശിഷ്ടം 1 2 5 10 11 1 ശിഷ്ടം 1 1 5 5 1 6. പിന്നെന്താണ് 2 3 2 1. ഇത് ആഡ് ചെയ്യാം. 0 8 4 8 1. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 18,480 ഡിവൈഡഡ് ബൈ 100 ഉണ്ടല്ലോ. അപ്പോൾ ഒരു 0 നമുക്കിവിടെ വെട്ടിപ്പോവും. പിന്നെ 1848 വന്നേ. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എത്രയാണ് ഫൈനൽ ആൻസർ വരിക? 184.8 വരും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? 3 വർഷം കഴിയുമ്പോൾ കയ്യിലേക്ക് നമുക്ക് മൊത്തം എത്ര കിട്ടും? എത്രയാണ് കിട്ടുക? ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 1232 പ്ലസ് എത്രയാണ് വരിക? 184.8. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 ഉണ്ടാവും, ഇവിടെ 6, 8ഉം 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 11 അല്ലേ? 11. പിന്നെ എത്രയാണ് വരിക? 4 അല്ലേ? 3 1 4 1. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ? 1416.8. അന്നേരം ഏതാണ് ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സ്പീഡ് മാത്രം നോക്കിയാൽ മതി, കാൽക്കുലേഷൻ സ്പീഡ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൻ സം ഫോർ 18 months at 5.5% per annum exceeds the simple interest on the same sum for 14 months at 6% per annum by 62.5, then the sum is. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചുള്ളത്? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്ന്. എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ തന്നുള്ളത്? ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൈൻ സം. അപ്പോൾ സം എത്രയാണ് തന്നിട്ടില്ല. അപ്പോൾ സമ്മ് നമുക്ക് എന്ത് ചെയ്യാം? പീന്ന് തന്നെ എടുക്കാം. തന്നിട്ടില്ല, അറിയില്ല നമുക്ക്. പിന്നെന്താണ് തന്നിട്ടുള്ളത്? 18 മാസം തന്നിട്ടുണ്ട്, 5.5% ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 എത്ര എടുക്കാം? 5.5%. ടൈം എത്രയാണ്? 18 മാസമാണ് തന്നിട്ടുള്ളത്. 18 മാസത്തിന് നമുക്ക് എന്ത് ചെയ്യാം? 12നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വർഷത്തിലേക്ക് കിട്ടുമല്ലോ. എത്രയാണ് വരിക? 1.5 വരും, വർഷം വരും. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? അതേ സമ്മ് തന്നെ 14 മാസത്തേക്ക് 6% പലിശ നിരക്കിലും ചെയ്തു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 62.5 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത കേസ് എഴുതാം. അടുത്ത കേസ് എന്ന് പറയുമ്പം
സമ്മ് ബി തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായി? 6%. വർഷം എത്രയായി? 14 മാസം. അപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 12 ചെയ്യാം, വർഷത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഈ ഫ്രാക്ഷൻ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. 14 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ട്, എത്രയാണ്? 7. 7 7 14. പിന്നെ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് 6. അപ്പോൾ 7/6 ഇയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ രണ്ട് കേസിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 62.5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം രണ്ട് കേസിലും. രണ്ട് കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരിക? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു T ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ കേസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാം. പി തന്നെ നമുക്കറിയില്ലല്ലോ. R എത്രയാണ് വരുന്നത്? 5.5 അല്ലേ ഫസ്റ്റ് കേസിൽ? 5.5. T എത്രയാണ് വരുന്നത്? 1.5 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പം നമുക്ക് 5.5ഉം 1.5ഉം മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 55 × 15 ചെയ്യാം. ലാസ്റ്റ് ഡെസിമൽ ഇട്ടാൽ മതി. 5 25 5, ശിഷ്ടം 2, 5 25 26 27 വരുമല്ലോ. പിന്നെ 1 5 5 5 5 5 7 എത്രയാണ്? 12 2, ശിഷ്ടം 1, 7 8. പിന്നെ എത്രയാണ്? 2 ഡെസിമൽ പോയിന്റ് വരുന്നില്ലേ? അപ്പോൾ 8.25 വരും. T ഇൻറ്റു 8.25 ഡിവൈഡഡ് ബൈ 100 വരും. അതാണ് ഒന്നാമത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരിക? സിമ്പിൾ ഇൻട്രസ്റ്റ് 2 T ഇൻറ്റു R എത്രയാണ് വരുന്നത്? 6%. അതേപോലെ തന്നെ T എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ 12. അത് 7 ഡിവൈഡഡ് ബൈ 6 ആണല്ലോ. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എന്താണ്? ഇവിടുത്തെ 6ഉം ഈ 6ഉം ക്യാൻസലായി പോവും. അപ്പോൾ എത്രയാണ് വരിക? P ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100 വരും. അതാണ് രണ്ടാമത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നിന്ന് രണ്ടാമത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എത്രയാണ്? 62.5 ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 1 മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 62.5. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 1 എന്ന് പറയുമ്പോൾ T ഇൻറ്റു 8.25 ഡിവൈഡഡ് ബൈ 100 മൈനസ് P ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100. അത് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എത്രയാണ്? 62.5. അപ്പോൾ 8.25 7 പോയിന്റ് എത്രയാണ് വരിക? നമുക്കത് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. എന്ത് ചെയ്യുക? 825 700 മൈനസ് ചെയ്താൽ മതി. അപ്പം എത്രയാണ്? 5ൽ നിന്ന് 0 പോയിട്ടുണ്ടെങ്കിൽ 5, 2ൽ നിന്ന് 0 പോയിട്ടുണ്ടെങ്കിൽ 2, 8ൽ നിന്ന് 7 പോയിട്ടുണ്ടെങ്കിൽ 1. പിന്നെ നമുക്ക് ഡെസിമൽ ഇടണം, 3 ഡെസിമൽ ഇങ്ങോട്ട് ഇടണം. അപ്പോൾ 1.25 വരും. അപ്പോൾ P ഇൻറ്റു 1.25 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നതാണ് 62.5. അപ്പോൾ Pൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. Pൻ്റെ വാല്യൂ എത്രയാണ് വരിക? ഈ 100 എന്ത് ചെയ്യണം? അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 1.25 എന്ത് ചെയ്യും? അടിയിലേക്ക് പോകും, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. 62.5 ഇൻറ്റു 100 ചെയ്യണം, ഡിവൈഡഡ് ബൈ 1.25.
25 വരും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വാല്യൂ വരിക? 62.5 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 62.5 ഒരു പൂജ്യവും കൂടെ വരും, 6250 വരിക. ഡിവൈഡഡ് ബൈ എത്രയാണ് വരിക? 1.25 വരുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 ഡെസിമൽ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? 100നെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ മുകളിൽ നമുക്ക് 100നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് ഇനി ചെയ്യേണ്ട ഓപ്പറേഷൻ? ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തല്ലോ, ഇത് മായ്ച്ചാളെ. $6250 അതിൻ്റെ കൂടെ ഒരു 100നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് 1.25 അല്ലേ, അതിൻ്റെ കൂടെ 2 പൂജ്യം വരുമ്പോൾ 125 വരും. നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? 625 ഡിവൈഡഡ് ബൈ 125 എത്രയാണ് വരിക? 125 എത്ര വട്ടം പോവും നോക്കി നോക്ക്. നമുക്കൊരു 5 വട്ടം പോകൂലേ? നോക്കി നോക്ക്, 5 വട്ടം ചെയ്ത് നോക്കാം. 5 5 25 5 സിസ്റ്റം 2 2 5 10 12 2 സിസ്റ്റം 1 പിന്നെ 1 5 5 + 1 6 625 തന്നെ വരുന്നുണ്ട്. അപ്പോൾ എത്ര വട്ടം പോവും? 5 വട്ടം പോവും. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. സം എത്രയാണ് വരുന്നത്? പി എന്ന് പറയുമ്പം 5000. 5000 എന്ന് പറയുമ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെ തോന്നും, എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി അറ്റ് 8% പെർ ആനം for 2 years is 1000. Find the compound interest on the same sum for the same period at the same rate in case of annual compounding. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ്, if simple interest on a sum of money at 8% per annum for 2 years is 1000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് തന്നു. എത്രയാണ് തന്നിട്ടുള്ളത്? 1000 തന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രയാന്ന് തന്നിട്ടില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ കടമെടുത്ത എമൗണ്ടോ, പീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പീന്ന് തന്നെ എടുക്കാം. പി എന്താണ്? സമ്മ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തന്നു. എത്രയാണ്? 8% അല്ലേ? 8%. ടൈം എത്രയാണ്? 2 വർഷം. പിന്നെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദി സെയിം സം ഫോർ സെയിം പീരീഡ് അറ്റ് സെയിം റേറ്റ് ഇൻ കേസ് ഓഫ് ആനുവൽ കോമ്പൗണ്ടിങ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്തിനാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, നമുക്ക് സോൾവ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ്? 1000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഇപ്പോൾ ഒരു 50 രൂപ നമ്മൾ കടമെടുത്തു എന്ന് വിചാരിച്ചോ. 2 വർഷത്തേക്ക് 50 രൂപ കടമെടുത്തു. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ നമുക്ക് പലിശ നിരക്കും അതേപോലെ തന്നെ വർഷം 1 വർഷമായിരിക്കുമല്ലോ, അതിനൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ 5 രൂപയാണെന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ വർഷത്തേക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാലും 5 രൂപയായിരിക്കും. അപ്പോൾ 2 വർഷത്തേക്ക് 10 രൂപയാണ് മൊത്തമായിട്ട് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തെ 1 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 5 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 1000 രൂപ എന്ന് പറഞ്ഞു.
അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയാണ് വരിക? 1000ൻ്റെ പകുതി 500 രൂപയാണ് ഫസ്റ്റത്തെ വർഷം വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. എത്രയാണ്? 500 രൂപയേ വരുള്ളൂ. 1000ൻ്റെ പകുതി എടുത്താൽ മതി നമുക്ക്. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. ഇവിടെ പീൻ്റെ വാല്യൂ എത്രയാണ് വരിക? നമുക്കറിയില്ല. പി എന്ന് തന്നെ കൊടുക്കാം. ആർ എത്രയാണ്? 8% എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ വർഷത്തിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇടുക, പിന്നെ ഡിവൈഡഡ് ബൈ 100 ഉണ്ടാവും. അപ്പോൾ എത്രയാണ് വരിക? സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പീൻ്റെ വാല്യൂ എത്രയാണ് വരിക? 100 അങ്ങോട്ടേക്ക് പോകും. അപ്പം 500 × 100 വരും. 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 8 ഡിവൈഡഡ് ബൈ ചെയ്യണം. 8 ഇങ്ങോട്ട് വരുമല്ലോ. അപ്പം എത്രയാണ്? നമുക്ക് 500 വെച്ച് ആദ്യം ചെയ്ത് നോക്കുക. 1 8 8 2 16 3 24 4 8 32 5 8 40 6 8 48. പിന്നെ എത്രയാണ്? 2. 20 എത്ര വട്ടം പോവും? 1 8 8 2 16. പിന്നെ എത്രയാണ്? 40. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള 2 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 40 എത്ര വട്ടം പോവും? 1 8 8 5 8 അല്ലേ? 5 വട്ടം പോവും. 40. പിന്നെ ഒരു 0 ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് പീൻ്റെ വാല്യൂ? 6250 പീൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പീൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഞാൻ എഴുതി കാണിച്ചു തരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല കണ്ടുപിടിക്കുക. എമൗണ്ട് ഈസ് ഈക്വൽ ടു, അതായത് 2 വർഷത്തേക്ക് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ചേർത്ത് വരുന്ന എമൗണ്ടാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. എങ്ങനെയാണ്? പി ഇൻറ്റു 1 + ആർ ഡിവൈഡഡ് ബൈ 100 ഓൾ പവർ n. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിൻ്റെ ഫോർമുല. പി എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മ്, നമ്മൾ എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. പിന്നെ ആർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. എൻ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര വർഷത്തേക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കണ്ടുപിടിച്ചാലോ? എമൗണ്ട് നമുക്കിനി സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഫോർമുല അറിയാലോ. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു, പീൻ്റെ വാല്യൂ എത്രയാണ്? 6250. 1 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8% തന്നെയാണ്. ബാക്കി ഒന്നിലൊരു മാറ്റവും വരുന്നില്ല. 8% തന്നെയാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 100 ഓൾ പവർ എത്രയാണ് വരിക? സ്ക്വയർ അല്ലേ വരിക? 2 വർഷത്തേക്കാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 8ൻ്റെ പകുതി 4, 100ൻ്റെ പകുതി 50. പിന്നെ 4ൻ്റെ പകുതി എത്രയാണ്? 2. 50ൻ്റെ പകുതി 25. അപ്പോൾ നമുക്കിവിടെ 1/1 1 എഴുതാലോ. അപ്പോൾ ഇവിടെ 25നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും താഴെ. അപ്പോൾ 25 + 2 എന്ന് പറയുമ്പോൾ 27 അല്ലേ? 27 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 25 തന്നെയല്ലേ വരിക? 25. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറും എടുക്കണം. 25ൻ്റെ സ്ക്വയർ നമുക്കറിയാലോ, എത്രയാണ് വരിക? 625. പിന്നെ 27ൻ്റെ സ്ക്വയർ എത്രയായിരുന്നു? 729 അല്ലേ? 729. അപ്പോൾ 625 ഇവിടെയും ക്യാൻസൽ, 625 ഇവിടെയും ക്യാൻസലാവും. അപ്പോൾ എത്രയാണ് വരിക? 729 ഒരു 0 ഉണ്ടാവുമല്ലോ ബാക്കി. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ 729
പിന്നെ ആ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 7290 എമൗണ്ട് വരുന്നത് 2 വർഷത്തേക്ക്. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പി പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. പി പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 7290 ആ സമ്മ് മൈനസ് ചെയ്താൽ മതി. 7290 മൈനസ് 6250. 0, 9 നിന്ന് 5 പോയിട്ടുണ്ടെങ്കിൽ 4, 2 നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 0, 7 നിന്ന് 6 പോയിട്ടുണ്ടെങ്കിൽ 1. 1040 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. 1040 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The simple interest on a sum of money is 3/5 of the principal in 12 years. What is the rate of interest per annum? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആറാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഏതൊരു എമൗണ്ട്, സമ്മ് നമുക്ക് അറിയില്ല, പി എന്ന് തന്നെ എടുക്കാം സമ്മ്. അതെത്രയാണ്? 3/5 ഓഫ് പ്രിൻസിപ്പൽ ഇൻ 12 years. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 12 വർഷം. 3/5 സമ്മിൻ്റെ 3/5 ഭാഗമാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. എത്ര വർഷത്തേക്ക്? 12 വർഷത്തേക്ക്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 3/5 ഇൻറ്റു പി എന്ന് എടുക്കാം. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഓൾറെഡി അറിയാം. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. പീൻ്റെ വാല്യൂ എത്രയാണ്? പി തന്നെ. ടീൻ്റെ വാല്യൂ എത്രയാണ്? 12. ആറിൻ്റെ വാല്യൂ എത്രയാണ്? അറിയില്ല. ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പി കോമൺ ആണല്ലോ. അപ്പോൾ പി നമുക്ക് ക്യാൻസൽ ചെയ്യാം. പി ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ സുഖമായിട്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാമല്ലോ. ആറിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 100 അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ 300 പിന്നെ 12 താഴോട്ടേക്ക് പോവും. 5 ഇൻറ്റു 12 ആയാലോ. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 30 എത്ര വട്ടം 5 പോവും? 6 വട്ടമല്ലേ. ഇവിടെ ഒരു വട്ടം. അപ്പോൾ എത്രയാണ് വരിക? 60 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ 60ൻ്റെ പകുതി എത്രയാണ്? 30. 12ൻ്റെ പകുതി എത്രയാണ്? 6. അപ്പോൾ 30-ൽ 6 എത്ര വട്ടം പോവും? 5 വട്ടമല്ലേ. 6 5 30. അപ്പോൾ 5% എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 5% എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് 6 ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എ സം വാസ് ഇൻവെസ്റ്റഡ് അറ്റ് എ സർട്ടൈൻ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ഫോർ 2 years. ഹാഡ് ഇറ്റ് ബീൻ ഇൻവെസ്റ്റഡ് അറ്റ് 2% per annum more than the existing rate, the simple interest occurred 2 years would have been 240 more. Find the sum invested. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ആണ്. എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? എ സം വാസ് ഇൻവെസ്റ്റഡ് അറ്റ് എ സർട്ടൈൻ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ഫോർ 2 years. ഒരു സമ്മ് 2 വർഷത്തേക്ക് എത്രയൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹാഡ് ഇറ്റ് ബീൻ ഇൻവെസ്റ്റഡ് അറ്റ് 2% per annum
മോർ ദാൻ ദ എക്സിസ്റ്റിംഗ് റേറ്റ്. അതായത് ആദ്യത്തെ ഉള്ള പലിശ നിരക്കിൽ നിന്ന് 2% കൂട്ടി. അതെത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക് തന്നെയാണ്. അപ്പോൾ എത്രയാണ് കൂടുതൽ വന്നുള്ളത്? 240 കൂടുതൽ വന്നു. അപ്പോൾ നമുക്ക് 2 കേസായിട്ട് ഇതെടുക്കാം. കേസ് 1, അതേപോലെ തന്നെ കേസ് 2. ആദ്യം എത്രയാണ്? സമ്മ് പി തന്നെയാണ്, മാറ്റമില്ല രണ്ടിലും. സമ്മ് പി തന്നെ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിലോ 2% കൂട്ടി എന്ന് പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ R+2. പിന്നെന്താണ് വരുന്നത്? വർഷം നോക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് തന്നെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഫോർമുലയായിട്ട് എഴുതാം. എങ്ങനെയാണ് വരിക? ന്യൂ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് ഓൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്രയാണ് അതിൻ്റെ വാല്യൂ? 240. പറഞ്ഞിട്ടുള്ള എന്താണ്? നമുക്ക് 2% കൂട്ടുമ്പോൾ 240 കൂടുതൽ വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 240 തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ന്യൂ സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാലോ. എത്രയാണ്? പി ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6+2% വരിക. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണല്ലോ. ആ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 മൈനസ് ആദ്യത്തെ എന്ന് പറയുമ്പോൾ പി ഇൻറ്റു 6 തന്നെയാണ്. ടി എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 100 വരിക. അത് ഈക്വൽ ടു എത്രയാണ്? 240 തന്നെയാണ് വരിക. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് എന്തൊക്കെ എടുക്കാം? പി ഇൻറ്റു 2 കോമൺ ആണല്ലോ, ഡിവൈഡഡ് ബൈ 100 എന്ന് എടുക്കാം. പിന്നെന്താണ് വരിക? 6+2 മൈനസ് 6 എന്നല്ലേ വരിക. അത് ഈക്വൽ ടു എന്താണ്? 240. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ +6ഉം -6ഉം ക്യാൻസലായി. പിന്നെന്താണ് ഇവിടെ? +2 വരുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയാണ് വരിക? ഞാൻ ഇങ്ങോട്ട് എഴുതാം. പി ഇൻറ്റു ഈ 2ഉം ഇവിടുത്തെ 2 ഉണ്ടാവുമല്ലോ, ഇത് 2 കൂടെ 4. പി ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 240, 240. അപ്പോൾ പിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 240ൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 2 0 ഇട്ട് കൊടുത്താൽ മതി. 240 കഴിഞ്ഞിട്ട് 2 0. പിന്നെന്താണ് വരിക? 4 ഇങ്ങോട്ടും വരുമല്ലോ. 4 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് വരിക? 1 4 4, 24 8, 3 4 12, 4 16, 5 4 20, 6 4 24. അപ്പോൾ 6 വട്ടം പോവുമല്ലോ. ഇവിടെ 6 വരും. പിന്നെ എത്രയാണ്? 3 0 ഉണ്ട് ഓൾറെഡി. അപ്പോൾ 6000 സമ്മ് വരുന്നത്. 6000 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ ഇടുക, അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.